നമസ്തേ. ഹനുമാൻ പാത കാണിച്ചുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും കിഷ്കിന്ധയിലേക്കു ദൈവിക യാത്ര തുടർന്നു. അവിടെയായിരുന്നു സുഗ്രീവൻ. സഹോദരനാൽ രാജ്യസിംഹാസനം നഷ്ടപ്പെട്ട ഒരു ബലഹീന രാജകുമാരൻ. വനം, ആൾക്കൂട്ടം, ഒറ്റപ്പെട്ട കല്ലേറുകൾ അവൻ്റെ രാജ്യവും ആശ്രയവുമായിരുന്നു. സുഗ്രീവൻ പറഞ്ഞ കഥ രാമൻ്റെ ഹൃദയം സ്പർശിച്ചു. സഹോദരനായ വാലി ശക്തിയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകം. അവൻ്റെ ഭാര്യയും സിംഹാസനവും കൈവശപ്പെടുത്തി സുഗ്രീവനെ വരം ശരണാക്കി. രാമൻ ഉറപ്പു നൽകി, നീ എൻ്റെ സുഹൃത്താണ്, ഞാൻ നിന്നെ സഹായിക്കും. അതൊരു രാഷ്ട്രീയ കരാർ ആയിരുന്നില്ല, അത് ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആധാരമായിരുന്നു. വാലിയോട് പോരാടാൻ ഒരുക്കം തുടങ്ങി. സുഗ്രീവൻ വാലിയെ പോരിനു വിളിച്ചു. ആദ്യം തോറ്റ സുഗ്രീവൻ വീണ്ടും സജ്ജനായി എത്തിയപ്പോൾ രാമൻ അമ്പുയർത്തി. ആ അമ്പ് ധർമ്മത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായിരുന്നു. വാലി വീണു പോയപ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നത് ചിന്തയും സംശയവുമായിരുന്നു. എനിക്ക് എന്ത് തെറ്റായിരുന്നു എന്ന് ചോദിച്ച വാലിയുടെ കണ്ണുകളിൽ രാമൻ നിമിഷം നിലച്ചു. പക്ഷെ ദർശനത്തിൽ നിന്ന് പുറത്താകുന്നത് ദുഷ്പ്രയാസമാണ്. രാമൻ അവനോട് പറഞ്ഞു, നീതിക്ക് വേണ്ടി ഞാൻ നിന്നെ നിശ്ചയിച്ചു. എന്നാൽ നീ എൻ്റെ കയ്യിൽ കാട്ടിക്കൊടുത്തത് മനുഷ്യഹൃദയമാണ്. അതാണ് രാമൻ, യുദ്ധവും കരുണയും ഒരുപോലെ തുല്യമായി പാലിക്കുന്ന ദൈവം. സുഗ്രീവൻ രാജാവായി. സുഗ്രീവൻ കൃതജ്ഞയോടെ പറയുകയാണ്, സീതയിലെ തിരച്ചിൽ ഇനി ഞങ്ങളുടേതാണ്.